പശ്ചിമേഷ്യൻ യുദ്ധമാകട്ടെ ചില രാജ്യങ്ങൾക്ക് സൗഹൃദപരമായ വഴി തുറക്കാൻ ഇത് കാരണമായിരിക്കുന്നതായ റിപ്പോർട്ടുകൾ. അതായത് ഏറെക്കാലം ശത്രുക്കളായിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ സുഹൃത്തുക്കളാകാൻ ഇത് വഴി തുറക്കുകയും എന്നാൽ സുഹൃത്ത് രാജ്യങ്ങൾ തമ്മിൽ ശത്രുക്കളായി മാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കാരണം ഇറാനുമായി റഷ്യ വലിയ സൗഹൃദമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നതെന്ന റിപ്പോർട്ടാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. പാശ്ചാത്യ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് റഷ്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ സൈനിക സഹകരണം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡ്രോണുകൾ, മരുന്നുകൾ, ആഹാര സാധനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വലിയൊരു കൈമാറ്റം പൂർത്തിയാക്കാൻ റഷ്യ ഒരുങ്ങുന്നതായിട്ടുള്ള വലിയൊരു വിലയിരുത്തലാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ആയുധങ്ങൾ കൈമാറുന്നതിനോടൊപ്പം തന്നെ ഇറാനുമായുള്ള ഇന്റലിജൻസ് സഹകരണവും റഷ്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ, അതേപോലെ തന്നെ ചില ഡാറ്റകൾ, വിപുലമായ ഇന്റലിജൻസ് പിന്തുണ എന്നിവ റഷ്യ ഇതിനോടകം തന്നെ ഇറാന് നൽകി കഴിഞ്ഞതായിട്ടാണ് ഇവിടെ വലിയൊരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യം സ്ഥിരതപ്പെടുത്തുവാനും റഷ്യയുടെ ഈ പിന്തുണ സഹായകരമാകുമെന്നാണ് മുതിർന്ന പാശ്ചാത്യ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ പ്രധാന യുദ്ധതന്ത്രമായി തന്നെ ഇറാൻ കണക്കാക്കുന്ന വൺ വേ അറ്റാക്ക് ഡ്രോണുകളുടെ ഉൽപാദനത്തിലും റഷ്യ വലിയ സഹായമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇറാനിൽ നടന്ന ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഡ്രോൺ കൈമാറ്റത്തെക്കുറിച്ചുള്ള രഹസ്യ ചർച്ചകൾ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ മാർച്ച് മാസം ആദ്യം തുടങ്ങിയ ചരക്ക് നീക്കം ഈ മാസം അവസാനത്തോടെ തന്നെ പൂർത്തിയാകുമെന്ന് തന്നെ കരുതപ്പെടുകയാണ്. അതേസമയം ഈ വാർത്തകൾ വ്യാജമാണ് എന്ന് അവിടെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ആകട്ടെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇറാനിയൻ നേതാവുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം സമ്മതിച്ചെങ്കിൽ പോലും മരുന്നുകൾ ഉൾപ്പെടെയുള്ള മാനുഷിക പരിഗണനയിലുള്ള സഹായങ്ങൾക്കാണ് റഷ്യ മുൻഗണന നൽകുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 13 ടൺ മരുന്നുകൾ ഇതിനോടകം തന്നെ അസർബൈജാൻ വഴി ഇറാനിലേക്ക് അയച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു. എന്നാൽ ആയുധങ്ങൾ കൈമാറുന്നതിനോടൊപ്പം തന്നെ ഇറാനുമായുള്ള ഇന്റലിജൻസ് സഹകരണവും റഷ്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല ഇതിനോടകം തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങൾ, രാഷ്ട്രീയ തലത്തിൽ പോലും വലിയ സാഹചര്യങ്ങൾ ഒരുക്കുന്നതായും റഷ്യയുടെ ഈ പിന്തുണ അത് ഏറെ സഹായകരമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇറാനിയൻ ഡിസൈനുകളെ അടിസ്ഥാനമാക്കി 2023 മുതൽ തന്നെ റഷ്യ സ്വന്തമായി ഡ്രോണുകൾ നിർമ്മിച്ചു വരികയായിരുന്നു. നിലവിൽ ഇറാൻ നിർമ്മിക്കുന്ന ഡ്രോണുകളെക്കാൾ സാങ്കേതികമായി ഏറെ മുന്നിലുള്ള സംവിധാനമാണ് റഷ്യ വികസിപ്പിക്കുന്നത്. ആയതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഇറാൻ ആകട്ടെ റഷ്യയുടെ ഡ്രോണുകളിൽ കൂടുതൽ ആകൃഷ്ടരാകുകയും ഇത് വാങ്ങിക്കൂട്ടാനുള്ള തന്ത്രപ്രധാനമായ ഒരു വഴി അവർ തുറന്നു നൽകുന്നതിനായി അവർ പരിശ്രമങ്ങൾ കൂടുതലായി നടത്തുന്നതെന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.